ഹലോ ഹായ്. നമ്മളെ ഉമ്മ പറയാറുണ്ട്, നിന്നെ 10 മാസം ഞാൻ ചുമന്നതല്ലേ, ചുമന്ന മോനല്ലേ. അതൊരു സത്യമാണ്. പക്ഷെ അതിനെ ആ ഉമ്മാനെ നമ്മൾ സ്നേഹിക്കുകയും ഉമ്മ നമ്മളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യണം. പക്ഷെ ഈ ഉമ്മാന്റെ ഗർഭാശയത്തില് ഗർഭം ചുമപ്പിച്ചത് ആര്? ആരാ? അള്ളാഹുവാണ്. ആ ഉമ്മാന്റെ മനസ്സിൽ സ്നേഹം ഇട്ട് കൊടുത്തത് ആര്? അള്ളാഹുവാണ്. ഉമ്മാന്റെ പൊക്കിൾ കൊടിയായിട്ട് നമ്മളെ ബന്ധിപ്പിച്ചതാര്? അള്ളാഹുവാണ്. ഉമ്മാന്റെ ആ മുലപ്പാലിന്റെ സമയത്ത് ആ പാൽ നൽകിയത്, അതൊക്കെ ആ നൽകണ ആ പാലിന്റെ അമൃതം ആ ഖജനാവിന് നൽകിയതാര്? പടച്ച തമ്പുരാനാ. നമ്മള് ഇനി എങ്ങനെ ഉമ്മാനെ സ്നേഹിക്കണം? കാരണം നമ്മൾ ഉമ്മാനെ സ്നേഹിക്കുമ്പോൾ ആരെ തൃപ്തിക്കാവണം? പടച്ച തമ്പുരാന്റെ തൃപ്തിക്കാവണം. ബാപ്പാനെ സ്നേഹിക്കണേ, നമ്മളെ ഭാര്യനെ സ്നേഹിക്കണേ, നമ്മളെ മക്കളെ സ്നേഹിക്കണേ പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടിയാവണം. അതാണ് ഏറ്റവും വലിയ ഇഖ്ലാസ്. അവന്റെ ഇഷ്ടത്തിന് മാത്രം നമ്മൾ ജീവിക്കണം. അങ്ങനെ 24 മണിക്കൂർ നമ്മൾ അവന്റെ ഇഷ്ടത്തിലായിത്തീരും. അവനെ പ്രണയിച്ച കൂട്ടത്തിലായിത്തീരും. കാരണം ജനങ്ങൾ നമ്മളെ കയറ്റി പറയും, ചിലപ്പോൾ താഴ്ത്തി പറയും. അതിലേക്ക് നമ്മൾ വിടാൻ പാടില്ല. ചിലപ്പോൾ അവന് വലിയ സംഭവമാണ്, അപ്പൊ എന്തായി, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നവനായി കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി നല്ല അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ, അവൻ ആ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെ ഹൃദയത്തിന്റെ കണ്ണുകൾ അവരിലേക്ക് അടിമപ്പെട്ടു. കാരണം അവനക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. പടച്ച തമ്പുരാനെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യാണല്ലോ. അത് നന്മ ചെയ്തുകൊണ്ട് നരകത്തിൽ കയറാൻ സാധ്യതയുള്ളൂ. കാരണം നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ നമ്മൾ പടച്ചവൻ ചോദിക്കും, നീ കുറെ നന്മകൾ ചെയ്ത്, പക്ഷെ നീ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്താണ്. അത്തരക്കാരിൽ തൊട്ടിട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ചിന്തിക്കുക, ഓർക്കുക. ഓക്കെ, ബൈ.